പുസ്തക പ്രസാധകർ തമ്മിലുണ്ടായ കിടമത്സരത്തിൽ ഇ.പി. ജയരാജനും ഇരയാകുമ്പോൾ തകരുന്നത് CPM എന്ന വലിയൊരു പാർട്ടിയുടെ മുഖഛായയാണ്. പാർട്ടി അവഗണിച്ച് മൂലക്കിരുത്തിയവർ നൽകിയ ഇലക്ഷൻ ഷോക്കിൽ ഞെട്ടിത്തെറിച്ച് CPM ഇതിനു മുൻപും ഇരുന്നിട്ടുണ്ട്. അന്ന് പാർട്ടിക്ക് ഷോക്ക് കൊടുത്തത് VS അച്യുതാനന്ദനായിരുന്നു. അച്യുതാനന്ദൻ ഒറ്റ പ്രാവശ്യമേ പാർട്ടിക്ക് ഞെട്ടലുണ്ടാക്കിയിട്ടുള്ളൂ. ഇ.പി. ജയരാജൻ നൽകിയത് 2 വട്ടം. ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ പാർട്ടിക്ക് സ്വന്തം പാർട്ടിയിലെ ഉന്നതർ തന്നെ തിരിച്ചടി നൽകുന്നത് അല്പം കടുത്തത് തന്നെയാണ്. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസം VS അച്യുതാനന്ദൻ ഒഞ്ചിയത്തെത്തി TP ചന്ദ്രശേഖരന്റെ വിധവ KK രമയെ സന്ദർശിച്ചത് അന്ന് CPM-ൽ ഉണ്ടാക്കിയ ഞെട്ടൽ ചെറുതായിരുന്നില്ല. 2012 VS ആയിരുന്നു അപ്രതീക്ഷിത നീക്കം നടത്തിയതെങ്കിൽ 2024 ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസം CPM-നെ ഞെട്ടിച്ചത് ഇ.പി. ജയരാജനാണ്. പുറത്തുവരാത്ത തന്റെ ആത്മകഥയിലെ ചില ഭാഗങ്ങളിലൂടെ. ഇത് ആദ്യമായല്ല CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ തിരഞ്ഞെടുപ്പ് ദിവസം താരമാകുന്നത്. ഇപ്പോൾ ഉണ്ടാക്കിയ ആത്മകഥാ വിവാദം 2ാം തവണത്തെ പാർട്ടിക്കുള്ള ഊക്കാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറിലാണ് ഇ.പി. ജയരാജൻ BJP-യിൽ ചേരുന്നതിന് ചർച്ച നടത്തിയെന്ന ആരോപണം പുറത്തുവരുന്നതും വലിയ രാഷ്ട്രീയ ചർച്ചയായതും. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി തിരുവനന്തപുരത്തെ സ്വന്തം ഫ്ളാറ്റിൽ ഇ.പി. ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയെന്നായിരുന്നു അന്ന് പുറത്തുവന്ന വാർത്ത. പ്രതികരണം ചോദിച്ച മാധ്യമപ്രവർത്തകർക്കു മുൻപിൽ ഇ.പി. സത്യം തുറന്നു പറഞ്ഞു. ഇപ്പോഴിതാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ദിവസം പാലക്കാട് LDF സ്ഥാനാർത്ഥി P. സരിനെയും പാർട്ടിയെയും വിമർശിക്കുന്ന പരാമർശങ്ങൾ ഉൾപ്പെട്ട ആത്മകഥയെന്ന പേരിൽ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊന്നും യാദൃശ്ചികമായ സംഭവമാണെന്ന് കരുതാൻ കഴിയില്ല. ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ പല പ്രസാധകരും ഇ.പി. ജയരാജനെ സമീപിച്ചെങ്കിലും ഒടുവിൽ ഇ.പി. പുസ്തകത്തിന്റെ കയ്യെഴുത്തു നൽകിയത് DC ബുക്സിനായിരുന്നു. P. ജയരാജന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമി ബുക്സ് ആയിരുന്നുവെങ്കിൽ ഇ.പി. ജയരാജന്റെ പുസ്തകത്തിന് നറുക്കു വീണത് DC-ക്ക്. ഇതോടെ പ്രസാധകർ തമ്മിലുള്ള കിടമത്സരങ്ങളും ആരംഭിച്ചു. ഒരു വിപണന തന്ത്രമായാണ് ഇ.പി.യുടെ ആത്മകഥയിലെ ചില ഭാഗങ്ങൾ പുറത്തു വന്നത്. DC ബുക്സിലെ ഒരു ജീവനക്കാരൻ കാണിച്ച അമിതാവേശം അത് പക്ഷേ ഇത്ര വലിയ തിരിച്ചടിയാകുമെന്ന് ആരും കരുതിയില്ല. ഇവിടെ പക്ഷെ വെട്ടിലായിരിക്കുന്നത് പാർട്ടിയും ഇ.പി. ജയരാജനുമാണ്. ഇനി എന്തായാലും പുറത്തു വന്ന ആത്മകഥയിലെ ഭാഗങ്ങൾ പൂർണ്ണമായും തിരുത്തിയാകും പുസ്തകം പ്രസിദ്ധീകരിക്കുക. അങ്ങനെയാകുമ്പോൾ പാർട്ടിയുടെയും തന്റെയും മാനം രക്ഷിക്കാൻ ഇ.പി. ജയരാജന് കഴിയും. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിൽ പാർട്ടിയെ വെട്ടിലാക്കിയ വിവാദത്തിന് മണിക്കൂറിന്റെ വില മാത്രമല്ല ഉള്ളത് എന്ന് തിരിച്ചറിയേണ്ടവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത് ഇനിയുള്ള എക്കാലത്തും CPM-നെ തിരിഞ്ഞു കൊത്തിക്കൊണ്ടേയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.